1000RR, ബാക്കിൽ ട്രയംഫ് ടൈഗർ, പിന്നെ എൻ്റെ വണ്ടി, അതിൻ്റെ ബാക്കിൽ ഒരു Z800, പിന്നെ ഒരു സ്ട്രീറ്റ് ട്രിപ്പിൾ RS ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 5 ആൾക്കാരുള്ളത്. ഇപ്പം ഞങ്ങൾ കൂർഗിലാണുള്ളത്. ഇനി ഇവിടുന്ന് നേരെ ബാംഗ്ലൂർ പോകും. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് അവിടുന്ന് ആന്ധ്ര, അങ്ങനെ ഒരു 3-4 ദിവസത്തെ പ്ലാനിങ് ആണ്. ഇനി പ്ലാനിങ് മാറുമെന്നറിയില്ല. ട്രയംഫ് ടൈഗറിൻ്റെ സൗണ്ട് അടിപൊളി. ഇതിൽ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നോക്കി ഈശ്വര, എന്നോട് കഴിയില്ല കേട്ടോ അങ്ങനെ പോകാൻ. ഞാനങ്ങനെ പോകില്ല. കടന്നും മലന്നും ഒക്കെ പോകുന്നു. ഒരു 4 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് ഉണ്ടാവും. പക്ഷേ ഞാൻ ആകെ ഒരു മെമ്മറി കാർഡ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഭാഗത്തുനിന്ന് ചെറിയ വീഡിയോസ് ഉണ്ടാവുള്ളൂ. നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ റോഡ് കുറച്ച് മോശമാട്ടോ. എൻ്റെ വണ്ടിയുടെ കോൺസെപ്റ്റ് കുറച്ച് ലൂസാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിയുണ്ട്. ഹാൻഡിലേക്ക് നല്ല വൈബ്രേഷൻ. ആ ലോറി പോകുന്ന നോക്കിയേ, ആ ലോറി നോക്കിയേ. പക്ഷെ എൻ്റെ അമ്മയിലെന്ത് ഇങ്ങനെ പോണേ. ഹെവി ഡേഞ്ചർ. അയ്യോ, അടിപൊളി റോഡാണ്, നല്ല അടിപൊളി റോഡാണ്. ഇവരെല്ലാം നല്ല എക്സ്പീരിയൻസ് റൈഡേഴ്സാണ്. ഞാൻ തന്നെ ഉള്ളതിൽ മണ്ടനായിട്ട് ഞാൻ അത്ര എക്സ്പീരിയൻസ് ഇല്ല. അതായത് ഇങ്ങനെ സ്പീഡിൽ ക്രൂസ് ചെയ്തിട്ടുള്ളൂ. പൊളി സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ റൂട്ടിന് പോണത്. കാരണം ഇത് കണ്ണൂർ ഇരിട്ടി ആ റൂട്ടാണ്. ഇവരെല്ലാം കണ്ണൂരുകാരാണ്. ഇതിലുള്ള എല്ലാവരും കണ്ണൂരാണ്. ഞാൻ മാത്രമേ മലപ്പുറത്ത് നിന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ റൂട്ടിന് ആദ്യമായിട്ട് പോകും. നമ്മൾ സാധാരണ ബാംഗ്ലൂർ പോലെ നിലമ്പൂർ, വഴിക്കടവ്, ചുരം വഴി, ഗുണ്ടൽപേട്ട്, അങ്ങനെ മൈസൂർ ആ റൂട്ടാണ് പോകാറ്. ഇത് വേറെ റൂട്ടാണ്. ഇത് ഏതോ റൂട്ടിൽ എനിക്ക് തന്നെ അറിയില്ല. ഇവരെ പിറകെ പോകും, അത്രേ ഉള്ളൂ. ബഹുമാനം നമുക്ക് പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അമ്മര് പറക്കണം. സ്ഥലം എന്ന് പോലും മര്യാദയ്ക്ക് അറിയില്ല. കാരണം ഒട്ടും പരിചയമില്ലാത്ത റൂട്ടാണ് ഇത്. നാഗർഹോള ടൈഗർ റിസർവിലെ ഒരു റോഡ്. അതായത് ഇത് ബാംഗ്ലൂർ റോഡാണ്. ബാംഗ്ലൂർ മൈസൂർ റൂട്ടാണ്. നമുക്ക് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. പക്ഷേ അത് നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ റൂട്ട് പിടിക്കില്ല, വേറെ റൂട്ട് പിടിച്ചിട്ടാണ് പോവാം. അതും ഞാൻ ഇതുവരെ പോകാത്ത റൂട്ടാണ്. നല്ല റൂട്ടാണെന്ന് പറഞ്ഞു കേട്ടത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളൊരാളും കൂടി വരാനുണ്ട്, ആളെ വെയിറ്റ് ചെയ്യണം. അതാണ് പതുക്കെ പോകുന്നത്. ആ പതുക്കെയൊന്നും അല്ല കേട്ടോ, 90-ലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ ബാംഗ്ലൂരിലേക്ക് ഇവിടുന്ന് എത്ര 240 അങ്ങനെ എത്ര ഇട്ടുള്ളൂ. നേരെ ബാംഗ്ലൂർ വിളിക്കുകയാണ്. ഫുള്ള് ഹള്ളികളുണ്ട്, ഒരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സ്പീഡ് പോകാൻ അങ്ങനെയൊന്നും പറ്റില്ല. കാരണം ഈ കന്നുകാലികളും
വലിയ മാർക്കുകളൊന്നുമില്ല. പെട്ടെന്ന് അങ്ങനെ നമ്മൾ കണ്ണ് പെടുന്നൊരു ടൈപ്പല്ല. സ്ലോ ആക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടു. മൈ ഗോഡ്, നോക്കാതെ എടുക്കാം. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല. സൈഡാക്കോ? അത് സൈഡല്ല. നിങ്ങൾക്ക് എത്ര സ്പീഡിലാണ് പോകുന്നത്? ഞാൻ തന്നെ 150 പോകുന്നത്. എന്നിട്ട് നിങ്ങളെ കാണാനല്ല. 200? ഞാൻ പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല, എക്സ്പീരിയൻസ് ആയിട്ടില്ല. അതന്നെ ഞാൻ ഇപ്പോൾ ഇതിന്മേൽ അങ്ങനെ എക്സ്പീരിയൻസ് ആയി വരുന്നല്ലേ ഉള്ളൂ. പിന്നെ നല്ല സ്പീഡിൽ കോർണർ ചെയ്യാനൊക്കെ ചെറിയൊരു പേടി. അപ്പോൾ ഞാൻ സ്ലോ ആക്കും. അതും ബ്രേക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാലും നല്ല ഹൈ സ്പീഡിൽ വന്ന് നമ്മൾ കോർണർ ചെയ്യുമ്പോഴേ ഒരു പേടി, ഉള്ളിലൊരു പേടി. നമ്മൾ ബാംഗ്ലൂർ എത്താറായി. ബാംഗ്ലൂർക്ക് ഒരു 50 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇവിടെ പിന്നെ 50 കിലോമീറ്ററിന് പെട്ടെന്ന് തീരും. ഫുള്ള ഇങ്ങനത്തെ ഹൈവേ ആണ്. സിറ്റിയിലെത്തിയ ചെറിയ ട്രാഫിക് ഉണ്ടാവും, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഞാൻ ഈ വീഡിയോയുടെ ലെങ്ത് എത്ര ഉണ്ടോ നോക്കട്ടെ. ചിലപ്പോൾ 2-3 വീഡിയോസ് ആയിട്ടായിരിക്കും ചെയ്യാം. അതായത് ബാംഗ്ലൂർ എത്തുന്ന ഒരു വീഡിയോ, പിന്നെ അവിടെ നിന്നുള്ളത് വേറൊരു വീഡിയോ, അങ്ങനെയൊക്കെ ആയിട്ട് നോക്കട്ടെ. എന്തായാലും എങ്ങനെ നോക്കട്ടെ. എനിക്ക് വണ്ടി ഒന്ന് കാണിക്കണം, ബാംഗ്ലൂർ ഷോപ്പിൽ കാണിക്കണം. എൻ്റെ കോൺസെപ്റ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം ഹാൻഡിലേക്ക് അടി വരുന്നുണ്ട്. അത് ലൈറ്റൊക്കെ റെഡിയാവായിരിക്കും. അപ്പോൾ അതൊന്ന് കാണിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കണം, എത്ര ലെങ്ത് ഉണ്ട് ഈ വീഡിയോ നോക്കണം. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. വലിയ തിരക്കൊന്നുമില്ല. ഇനി ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ കൂടെ ഉള്ളൂ.